കേരളത്തിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉയർത്തിയ സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണൻ പുതിയ തട്ടിപ്പുമായി രംഗത്ത് വന്നുവെന്ന ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ ആ തട്ടിപ്പുകൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഓഫീസ് ഇതാ പൂട്ടിയിരിക്കുന്നു. കാക്കനാട്ടെ മെറിഡിയൻ പ്രൊജക്ട് പ്രൊഫഷണൽസ് എന്ന സ്ഥാപനമാണ് ഇപ്പോൾ പൂട്ടി ജീവനക്കാർ അടക്കം മുങ്ങിയിട്ടുള്ളത്. MS അനീഷ് കുമാറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, ന്യൂസ് 10 രാവിലെ ഈ വാർത്ത പുറത്തുവിടുന്നു. നിരവധി ഓഫീസുകളടക്കം ഇത്തരം തട്ടിപ്പിനു വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു, അവിടെ നിരവധിയായ ആളുകൾ എത്തുന്നു എന്ന വാർത്തയാണ് നമ്മൾ പുറത്തുവിട്ടത്. അതിന് പിന്നാലെ ഇപ്പോൾ ആ ഓഫീസ് പൂട്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും അഭിലാഷ്, നമ്മൾ വാർത്ത വിട്ടതിന് തൊട്ട് പിന്നാലെ തന്നെ ഓഫീസ് പൂട്ടി ബിജു രാധാകൃഷ്ണനും സംഘവും മുങ്ങിയിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 10, 15, 20 ദിവസത്തോളം നമ്മൾ കയറി ഇറങ്ങിയ ഒരു ഓഫീസാണ് ഇത്. ഒരു ഇടനിലക്കാരൻ എന്ന വ്യാജേന ട്രസ്റ്റിന്റെ ഭാരവാഹികളും മറ്റുമൊക്കെയായി ഞാൻ പലവട്ടം ഈ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പുറത്തുവിട്ട രഹസ്യ ക്യാമറയിലെ ദൃശ്യങ്ങൾ പലതും ഈ ഓഫീസിൽ നിന്നുമായിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഓഫീസ് പൂട്ടി ഇരിക്കുന്നു എന്നത് തന്നെയാണ്. രാവിലെ മുതൽ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഫീസാണ്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും ഒക്കെയായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഏതാണ്ട് വളരെ വിപുലമായ വിസ്തൃതമായ ഒരു ഓഫീസാണ്. 2 നിലകളിലായാണ് ഈ ഓഫീസ് ഉള്ളത്. ഉള്ളിൽ പല മുറികളായി തിരിച്ചിട്ടുണ്ട്. പ്രത്യേക ക്യാബിനാണ് ബിജു രാധാകൃഷ്ണന് ഇരിക്കുന്നതിനുള്ളത്. ആദ്യഘട്ടത്തിൽ വേണുഗോപാൽ എന്ന വിരമിച്ച സൈബർ പോലീസിലെ ഉദ്യോഗസ്ഥൻ ഈ വരുന്ന ആളുകളെ കാണും. പിന്നീട് ബെർലിൻ എന്ന മാനേജർ ആളുകളെ കാണും. ഇവരൊക്കെ സംസാരിച്ച് പൂർണ്ണമായും തൃപ്തികരമാണ് എന്ന്, അല്ലെങ്കിൽ തങ്ങളുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങും എന്ന് കരുതിയാൽ മാത്രമാണ് ബിജു രാധാകൃഷ്ണന്റെ ക്യാബിനിലേക്ക് പോലും ആളുകളെ കയറ്റിവിടുകയുള്ളൂ. അങ്ങനെ ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് നമ്മൾക്ക് ബിജു രാധാകൃഷ്ണന്റെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞത്. ഈ ഓഫീസ് സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും കാക്കനാട്ടെ കണ്ണായ സ്ഥലത്താണ് റെക്ക ക്ലബ്ബ്. ഈ ഭാഗത്തെ ഏറ്റവും ധനാഢ്യരായ ആളുകൾ എത്തുന്ന, അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും അധികം ഉന്നതരായ ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ്. ആ റെക്ക ക്ലബിനോട് ചേർന്ന് തന്നെയാണ് ഈ ഓഫീസ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. വളരെ വിശാലമായൊരു ഓഫീസ് കെട്ടിടമാണ്. ഏതാണ്ട് ഇതിനോട് സമാനമായ രീതിയിൽ തന്നെയാണ് മറ്റു ഓഫീസുകളും വിപുലമായ സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇവിടെ നിന്നും ബിജു രാധാകൃഷ്ണനും സംഘവും മുങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ് നൽകാൻ കഴിയുന്നത്. ഈ തട്ടിപ്പിനിരയായ ആളുകളിൽ പലരും ഇത് അറിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്തരമൊരു തട്ടിപ്പിന് തങ്ങൾ വിധേയരായി എന്ന് പലരും അറിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. ഈ പ്രോജക്റ്റിനായി പണം നൽകിയ ശേഷം CSR ലഭിക്കാൻ കാലതാമസമുണ്ടാവും, അല്ലെങ്കിൽ മിനിസ്ട്രിയുടെ ഒരു അനുമതി വേണം, അല്ലെങ്കിൽ സാങ്കേതികമായ കാരണങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ പറഞ്ഞാണ് പണം നഷ്ടപ്പെട്ട പല ആളുകളെയും പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി ആ തട്ടിപ്പ് നടക്കില്ല. കാരണം യോഗി ആദിത്യനാഥുമായി അടുത്ത ബന്ധമുണ്ട്. കേരള സർക്കാരിന്റെ ഗോത്ര കിരണം പദ്ധതി നടപ്പിലാക്കുന്നത് തങ്ങളാണ്. അമൃതാനന്ദമയി മഠത്തിന് നിക്ഷേപം നൽകിയത്, അല്ലെങ്കിൽ അമൃതാനന്ദമയി മഠത്തിന്റെ ആശുപത്രി നിർമ്മിച്ചത് തങ്ങളാണ്. അങ്ങനെ വലിയ കാര്യങ്ങളാണ്. ഒപ്പം കോടിക്കണക്കിന് രൂപയുടെ കണക്കുകളാണ്. 1000 കോടിയുടെയും 100 കോടിയുടെയും 2000 കോടിയുടെയും ഒക്കെ കണക്കുകളാണ് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നത്. നിഷ്കളങ്കരായ ആളുകൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പണം ലഭിക്കുമെന്ന് കരുതിയ ആളുകൾ വലിയ തുക നിക്ഷേപിച്ചിരുന്നു. എന്നാൽ അതൊരു പൂർണ്ണ തട്ടിപ്പാണ് എന്ന വിവരങ്ങൾ ന്യൂസ് 18 പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ബിജു ഓഫീസ് പൂട്ടി മുങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ടീം സോളാറിനെതിരെ ഉയർന്നപ്പോഴും സമാനമായ രീതിയിൽ തന്നെ വാർത്തകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ടീം സോളാർ കൊച്ചിയിലെ ഓഫീസ് പൂട്ടി മുങ്ങുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഒരുപക്ഷെ വരും ദിവസങ്ങളിലാവും ഇനി പണം നഷ്ടപ്പെട്ടവർ ബിജു രാധാകൃഷ്ണനെ തെരഞ്ഞ് ഈ ഓഫീസിലേക്ക്, റെക്ക ക്ലബിനടുത്തുള്ള കാക്കനാട്ടെ ഈ ഓഫീസിലേക്ക് എത്താനുള്ള സാധ്യതകളുള്ളത്. എന്തായാലും ലൈറ്റുകൾ പോലും ഓഫാക്കാത്ത നിലയിൽ കിടക്കുന്നത് നമുക്ക് കാണാം. വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെ ഒരുപക്ഷെ പാഞ്ഞിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരുപക്ഷെ ഈ ബിജുവിന് ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു. പുതിയ വേഷത്തിൽ, പുതിയ രൂപത്തിൽ എന്നൊക്കെ പറയുമ്പോൾ ഈ ഇത്തരം തന്റെ തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരും എന്ന ചില സംശയങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചപ്പോൾ എന്നെ അടക്കം ചിലപ്പോൾ അയാൾക്ക് മനസ്സിലാവാനുള്ള സാധ്യതയും ഉണ്ടായിരിക്കാം. എന്തായാലും വാർത്ത വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ കാക്കനാടുള്ള ബിജു രാധാകൃഷ്ണന്റെ ഓഫീസ് പൂട്ടിയിരിക്കുന്നത്. മെറിഡിയൻ പ്രോജക്ട് പ്രൊഫഷൻസ് എന്നാണ് പേര്. NGO ഹെൽപ്പ് എന്നും NHF എന്നുമൊക്കെ ഉള്ള പേരുകളിലാണ് ബിജുവിന്റെ സ്ഥാപനങ്ങളുള്ളത്. കൊച്ചിയിൽ തന്നെ മറ്റ് പല ഇടങ്ങളിലും സ്ഥാപനങ്ങളുണ്ട്. ബംഗളൂരുവിലും ചെന്നൈയിലും ഓഫീസുണ്ട്. ഹൈദരാബാദ് ഓഫീസിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നുവെന്നാണ് അറിയിച്ചത്. എന്തായാലും ഈ സ്ഥാപനത്തിൽ വെച്ചാണ് കൂടുതൽ ആളുകൾ ബിജു രാധാകൃഷ്ണനെ കാണാനെത്തുകയും പണം കൈമാറുകയും ചെയ്തിട്ടുള്ളത്. അഭിലാഷ്, ഇതാ ന്യൂസ് 18 വാർത്ത
ബിഗ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ബിജു രാധാകൃഷ്ണന്റെ ഓഫീസ് ഇതാ പൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ പറഞ്ഞ വാർത്ത സ്ഥിരീകരിക്കപ്പെടുന്നു. അതായത് ഇവിടെ നടന്നിരുന്നത് വലിയ തോതിലുള്ള കൊള്ള തന്നെയായിരുന്നു എന്നത് വ്യക്തമാകുന്നു. വാർത്ത പുറത്തു വന്ന് തൊട്ടു പിന്നാലെ ഓഫീസ് പൂട്ടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നിയമാനുസൃതമായി പ്രവർത്തിച്ചിരുന്ന ഒരു ഓഫീസെങ്കിൽ തീർച്ചയായും അവർക്ക് ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ നൽകാമായിരുന്നു, ഞങ്ങളുടെ വാർത്തകൾ നിഷേധിക്കാമായിരുന്നു. അവിടെയാണ് സോളാർ തട്ടിപ്പിന്റെ ആസൂത്രകൻ കൂടിയായിട്ടുള്ള ബിജു രാധാകൃഷ്ണൻ പേര് മാറ്റിക്കൊണ്ട് വലിയ തോതിലുള്ള തട്ടിപ്പിന് നേതൃത്വം നൽകുന്നു എന്ന വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്ന മുൻ ഉദ്യോഗസ്ഥരടക്കം പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ സംഘത്തിൽ ഉണ്ട് എന്ന സൂചനകൾ പുറത്തു വന്നത്. ഒരു വനിതാ അഭിഭാഷകയുടെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് പ്രസ്ഥാനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്ന സൂചനകൾ പുറത്തു വന്ന പശ്ചാത്തലമുണ്ട്. നിരവധി ആളുകൾ ഇതിനോടകം തന്നെ കബളിപ്പിക്കപ്പെട്ടു എന്നും അങ്ങനെ കോടിക്കണക്കിന് രൂപ അടക്കം പലരിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട് എന്നും പലർക്കും നഷ്ടമായിട്ടുണ്ട് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ന്യൂസ് 18 ഈ വാർത്ത പുറത്തുവിട്ടത്. രാഷ്ട്രീയ കേരളവും കേരളത്തിന്റെ പൊതുസമൂഹവും ഏറെ നാൾ ചർച്ച ചെയ്യപ്പെട്ട വ്യക്തിത്വങ്ങൾ ആയിരുന്നു. അതിൽ ഒരു പേര് ആയിരുന്നു ബിജു രാധാകൃഷ്ണന്റേത്. അങ്ങനെ സോളാർ ഉൾപ്പെടെ സർക്കാർ സംവിധാനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നു എന്ന വ്യാജേന നിക്ഷേപകരിൽ നിന്ന് പണം കണ്ടെത്തി വലിയ തട്ടിപ്പ്, കേരളം അതുവരെ കണ്ടിട്ടില്ലാത്ത തട്ടിപ്പിനായിരുന്നു കളം ഒരുക്കിയത് എങ്കിൽ അതിന്റെ തുടർച്ചയായി തന്നെ ജയിൽ ശിക്ഷ അടക്കം അനുഭവിച്ചിട്ടുള്ള, സോളാർ കേസിൽ 6 വർഷത്തെ തടവ് ശിക്ഷ അടക്കം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ബിജു രാധാകൃഷ്ണൻ ഇതാ മറ്റൊരു തട്ടിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്ന വാർത്തയായിരുന്നു ഞങ്ങൾ പുറം ലോകത്തെ അറിയിച്ചത്. അതിനെ തുടർന്നാണ് ബിജു രാധാകൃഷ്ണന്റെ കൊച്ചിയിലെ ഓഫീസ് ഇപ്പോൾ അടച്ചിട്ടുള്ളത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതിക്കാർ രംഗത്തെത്തും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. നിലവിൽ തന്നെ ഇത്തരത്തിൽ പരാതിയുമായി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം ആണ് ഇപ്പോൾ ഈ ഓഫീസ് പൂട്ടിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരവും ഞങ്ങൾ ന്യൂസ് 18 പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.